ഹലോ ഫ്രണ്ട്സ്, ആർജിആർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണക്കൽ സ്രാവ് ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ. അപ്പം അതിൻ്റെ മുന്നേ ആയിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഉണക്കൽ സ്രാവ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചതാട്ടത്. ഇനി അതിലോട്ട് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, വറ്റൽമുളക് ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി അത് പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഇത് മൂപ്പിച്ചെടുക്കട്ടോ. അതിന് മുന്നേ ഞാൻ അതിൽ കുട്ടികൾക്ക് കുറച്ച് എരിയില്ലാതെ സ്രാവ് വറുത്തെടുത്താണ് കേട്ടോ, ചട്ടിയിൽ അങ്ങനെ. ഇനി ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തെടുത്തിട്ട് അത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കട്ടോ. ഇതുപോലെ ഉണക്കൽ സ്രാവൊക്കെ ഉണ്ടാക്കിയെടുത്താൽ നല്ല കിട്ടില്ല ടേസ്റ്റ് ആയിട്ടാ. അപ്പം ഞാൻ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ മസാല തേച്ച് ചേർക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ. ഇനി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത സ്രാവും കൂടിയും ചേർത്തെടുത്തിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുകയാണ്. കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ട് മുരിച്ചെടുക്കുക കേട്ടോ. മുരിഞ്ഞ് വരുമ്പോഴേക്കും ആ കഷ്ണങ്ങളൊക്കെ നമ്മൾ ഇളക്കിയിട്ട് പൊടി പൊടിയായിട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. ഈ പൊടി ഇങ്ങനെ ചോറ് കൂട്ടി കഴിക്കാനും ഒക്കെ നല്ല കിടിലൻ ടേസ്റ്റാണ്, അടിപൊളി കേട്ടോ. ഇതുപോലെ അങ്ങനെ ഇളക്കി കൊടുക്കുക. കണ്ടാ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പാത്രത്തിലോട്ട് അത് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ വീഡിയോ എത്ര തൊട്ട് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്